കാറ്റ്, ക്ലോത്ത് ഇങ്ങനെ ഇളകുന്നത്. രാഹുലിൻ്റെ ആക്ച്വലി ഐഡിയാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അതിനെങ്ങനെ ഹൊററാക്കി മാറ്റാൻ പറ്റും, അതിൻ്റെ മാക്സിമത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ചിന്തിക്കുന്നതാണ്. പ്രണവിൻ്റെ ചില റിയാക്ഷൻസ് ഭയങ്കര രസമാണ്, ഭയങ്കര മിസ്റ്ററിയാണ് പ്രണവിൻ്റെ കണ്ണിൽ. സ്പോയിലർ അലേർട്ട്, രാഹുലിൻ്റെ ഒരു പടത്തിന് സ്പോട്ട് എഡിറ്റർ ഇല്ല. ഇതിപ്പോ എന്ത് സംഭവിച്ചേ? കൈയടിക്കുന്നു, ഞാൻ ആ സീൻ പറയണ്ടല്ലോ. വേണ്ട. ഒരു സ്ഥലത്ത് ചിരിയും ഒരു സ്ഥലത്ത് കയ്യടിയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടും കിട്ടിയപ്പോ ഇത് ആ രീതിയിലാണ് വർക്ക് ആവുന്നത്. സത്യം, അതിലൊരു വല്ലാത്തൊരു ചിരിച്ചിരിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഒരു സീൻ. ഒബ്വിയസ്ലി മമ്മൂക്ക ഭയങ്കര ഇന്നോവേറ്റീവ് ആണ് പല കാര്യങ്ങളിലും. ചിന്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അർത്ഥമല്ല. നമ്മൾ സിനിമയിലൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നിർത്തിയോത്തുനിന്ന് തുടങ്ങുന്ന ആൾക്കാരാണ്. നമ്മുടെ തിയേറ്ററുകളിൽ സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ DSE. ഇതിന്റെ എഡിറ്റിംഗ് ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാനിതാ ഇങ്ങനെ പറയും, ഷഫീഖ് മുഹമ്മദ് അലി. ഹായ്. ഇത്രയും വലിയ സിനിമയൊക്കെ ചെയ്തിട്ട് ഹായ്. എല്ലാതും എഡിറ്റ് ചെയ്ത് പറയുന്നത് എഡിറ്റായി പോവാണ്. വേണ്ട, പറയുമ്പോ ഒന്നും എഡിറ്റ് ആവണ്ട, ഒക്കെ ലൗഡ് ആയിക്കോട്ടെ. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ, അതിന്റെ ഒരു ഇപ്പത്തെ ഒരു വൈബിൽ നിൽക്കുകയാണോ? വൈബുണ്ട്, അത് ഉള്ളിടത്തോളം എൻജോയ് ചെയ്യണല്ലോ. ശരി. ഞാൻ സംഭവം നിങ്ങളുടെ വർക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിലും ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഈ എഡിറ്റേഴ്സിന് ചിലപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടേ നിങ്ങൾക്ക് അതിന് ഞങ്ങൾ ആസ്വദിക്കുന്നതിന്റെ അത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ലെങ്കിലോ എന്നുള്ളൊരു ഫീൽ ഉണ്ട് എനിക്ക്. ശരിയാണോ അത്? തീർച്ചയായും. നമ്മളെ ഫസ്റ്റ് എന്താ പറയുക, നമ്മളെ ഫസ്റ്റ് പെർസ്പെക്റ്റീവ് മാറൂല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം കണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നോക്കലാണ് ഞങ്ങളെ എക്സ്പീരിയൻസ്. അപ്പൊ അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്, നമ്മൾ വിചാരിച്ച സ്ഥലത്തൊക്കെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ചെയ്തതൊക്കെ ഓക്കെയാണ് എന്നുള്ള സ്പേസിലാണ്. പക്ഷേ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എപ്പോഴും. നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു ജോലിയായിട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ല. അപ്പോൾ ഡെയിലി എണീക്കുമ്പോഴും ഇതൊരു ജോലിയായിട്ട് തോന്നാറില്ല. അപ്പോൾ എന്നും ഫണ്ണാണ്, കുഴപ്പമില്ല. ഓഡിയൻസിന്റെ അടുത്ത് നേരിട്ടത് അറിയാം, നമ്മള് പോയിന്റ് ചെയ്ത സ്ഥലത്ത് അവരുടെ റെസ്പോൺസ് കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഹൈ അല്ലേ? അതെ തീർച്ചയായും. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഡേ ഒന്നും സീറ്റിൽ ഇരിക്കാറില്ല. ആക്ച്വലി ഡോർ തുറന്ന് സൈഡിൽ ഇങ്ങനെ നിൽക്കും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാമല്ലോ. സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നോക്കാൻ പറ്റൂല. അപ്പോൾ അതാണ് ആക്ച്വലി. നമ്മളിത് ആരെങ്കിലും അറിയണ്ടോ? ചിലപ്പോ എഡിറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ നമ്മൾ സിനിമ കാണാതിരിക്കുമ്പോ സൈഡിലൊക്കെ നിൽക്കണ്ടായിരിക്കും, അവര് നമ്മളെ നോക്കണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അടിപൊളി. DSE എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ തന്നു? എങ്ങനെയുണ്ട്? ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി റെസ്പോൺസുമാണ്. വർക്ക് ചെയ്യുമ്പോഴും അത് ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ളൊരു ഫിലിം അല്ലേ, നമുക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ സിനിമ കണ്ട സമയത്തേ എനിക്ക് തോന്നുന്നു ഒരു ഹൊറർ മൂവിക്ക് ഒരു പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എന്താ പറയാ, ഒരു സന്തോഷം, ഒരു കയ്യടിക്ക് വന്നൊരു മൊമെന്റ് ഉണ്ട്. ഇതറിയാം? എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് അയ്യോ ഇതിപ്പോ എന്ത് സംഭവിച്ചേ? കൈയടിക്കുന്നു, ഞാൻ ആ സീൻ പറയണ്ടല്ലോ. വേണ്ട. ഒരു സ്ഥലത്ത് ചിരിയും ഒരു സ്ഥലത്ത് കയ്യടിയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടും കിട്ടിയപ്പോ ഇത് ആ രീതിയിലാണ് വർക്ക് ആവുന്നത്. സത്യം. എത്ര നേരം വരെ നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിട്ടിരുന്നിട്ടേ പെട്ടെന്ന് ചിരിക്കാനും കൈയടിക്കാനും ഒരു എലമെന്റ് കിട്ടിയപ്പോ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. തീർച്ചയായും. അപ്പൊ എല്ലാം കറക്റ്റ് ആയിരുന്നു. അതെ അൺഎക്സ്പെക്ടഡ് ആണ്. ഐ മീൻ നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ അവിടെ കൈയടിക്കോ എന്നുള്ള രീതി നമുക്ക് അറിയില്ല, നമുക്ക് പേടിയാണല്ലോ. നമ്മൾ ആ ഒരു ജോണറിലാണ് നിൽക്കുന്നത്. പക്ഷെ ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നമ്മൾ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അതൊരു ഇതാരും കണ്ടിട്ടില്ല. കണ്ടവരെല്ലാവരും ഒരു ദിശയിലാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറത്ത് വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്, ഇങ്ങനെയൊക്കെ ഇത് വേറൊരു ആംഗിൾ ഉണ്ട് എന്നുള്ളത് അപ്പം മനസ്സിലായത്. എന്താണെങ്കിലും ഇപ്പോൾ DSE പോലെ, ഇപ്പോൾ ഭൂതകാലം പോലെ ഒരു ഹൊറർ ജോണറിൽ വരുന്ന ഒരു സിനിമ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താണ്? ഹൊററും കോമഡിയും ഒരേ ചാലഞ്ചാണ്. ഫസ്റ്റ് ടൈമിൽ നമുക്ക് എക്സൈറ്റ്മെന്റ് പോകും. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ആ ഫുട്ടേജ് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് സെക്കൻഡ് വാച്ചിൽ കിട്ടണം നിർബന്ധമില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അത് ഒരു 4-5 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൈലായി പോകും.
അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളെ ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് റെസ്പോൺസ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ വിശ്വസിച്ച് വേണം വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നമുക്കത് വർക്കാവുന്നില്ലെങ്കിലും കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ നമുക്കൊരു സാധനം കിട്ടിയായിരുന്നു, അത് കറക്റ്റായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോകണം. ഇപ്പൊ DSCറെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു 35 ദിവസം അങ്ങനെ എന്തോ ആണ് എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. എഡിറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? അപ്പോൾ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 2-3 വീക്സ് അങ്ങനെ വന്നു. പിന്നെ ഡബ് കഴിഞ്ഞു ഒരു 2-3 വീക്സ് വീണ്ടും വരുന്നു. അതോടുകൂടി പടം ലോക്ക് ചെയ്തായിരുന്നു. ഇതിലിപ്പോ ഷഫീഖിന്റെ ആണെങ്കിലും ഈ സിനിമയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ വരയ്ക്കും റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. അതിൽ നമുക്ക് ലാസ്റ്റ് പേര് എഴുതി കാണിക്കുന്നതും ഒക്കെ ആ ഒരു തീമിലാണ് പോണത്. എന്തൊക്കെയാണ് ആ 2 കളേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഡ് ആക്ച്വലി അലേർട്ടല്ലേ, എപ്പോഴും നമ്മളെപ്പോഴും അലേർട്ടായിരിക്കുന്ന ഒരു സ്പേസ് അല്ലേ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും റെഡ് കണ്ടു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ്ലി നമ്മളത് നോക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവും അല്ലേ. നമ്മൾ ചുമ്മാ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ പോലും റെഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ റെഡ് അലാമിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും റെഡ് നമുക്ക് വർക്കാവും എന്നുള്ളൊരു സ്പേസിലുമാണ് ഉള്ളത്. തീർച്ചയായും റെഡ് യൂസ് ചെയ്യാൻ തോന്നി. ബ്ലഡാണ്, ഒരുപാടുണ്ട്. ബ്ലാക്ക് പിന്നെ നമ്മളെ ജോണറല്ലേ, നമ്മള് കറുത്ത കഥകളാണല്ലോ പറയണത്. നമ്മളതൊരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനത്തെ കഥ പറയാൻ വർക്കാവില്ല. ബ്ലാക്ക് ആക്ച്വലി അറിയില്ല, ആക്ച്വലി ഒരുപാട് ഡിഫൈനിങ് മൊമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ സബ് കോൺഷ്യസ്ലി വരണം കേട്ടോ, നമ്മളിത് ആരും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് ബ്ലാക്കും വൈറ്റും ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി വരുമ്പോൾ ഇതൊക്കെ ബ്ലെൻഡായി പോകുന്നതാണ്. ആരും ഇതൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല. വെച്ച് നോക്കുമ്പോൾ രസമാണ്, അപ്പോൾ ഇടുമ്പോഴും രസമാണ്. അപ്പോൾ ബ്ലാക്ക് ഇടുന്നു, റെഡ് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നു. പോസ്റ്റേഴ്സൊക്കെ അരുണിൻ്റെ മിടുക്കാണ്. അരുൺ ഭയങ്കരനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മൾ ബ്രഹ്മയുഗം കണ്ടു. ഇപ്പോൾ DSCറെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ കാണുന്നു. അതൊക്കെ അതിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടു. ആൾക്കാർക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു പടം കഴിഞ്ഞിട്ടും ആളുകൾ എണീറ്റ് പോകാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ്. ഞാൻ എണീറ്റ് പോകാൻ കുറച്ച് നേരം എടുത്തിട്ട് പതുക്കെയാണ് ഞാൻ എണീറ്റത്. പിന്നെ ഓക്കെ എന്തൊക്കെയാണ് ഇനി എന്തെങ്കിലും വിട്ടുപോകാനുണ്ടോ, ലാസ്റ്റ് എന്തെങ്കിലും തരാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കി നമ്മളൊരു ധൃതിപ്പെട്ടു, പേടിപ്പിക്കുന്ന പടമാണെങ്കിൽ ധൃതിപ്പെട്ട് ഓടുന്നില്ല. അതൊക്കെ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടുള്ളതാണോ? അങ്ങനെയൊക്കെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? നമ്മൾ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമുണ്ട്. അതായത് അവിടെ ഒരു EDM മ്യൂസിക് വരുമ്പോൾ ആരും എണീക്കൂല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു EDM വന്നു കഴിഞ്ഞാൽ ആൾക്കാരത് കേൾക്കാൻ വേണ്ടിയിരിക്കും. ഇതിൻ്റെ ഒരു നമ്മളൊരു ഹൈയിലാണ് നിർത്തുന്നത്. ആ ഹൈന്ന് താഴത്തേക്ക് ഇറങ്ങാൻ ഒരു സീൻ നമുക്കില്ല. അപ്പോൾ ആ ഹൈ ആക്ച്വലി EDMലൂടെയാണ് ആൾക്കാർ റിലാക്സ്ഡ് ആവുന്നത്. പരിപാടി തന്നെയായിരുന്നു. സൂപ്പർ. ഇതിൽ പിന്നെ നമുക്കൊരു ഹൊറർ ഫീൽ അല്ലെങ്കിൽ നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഫീൽ എന്ന് പറയുന്നത് ആളുകളെ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല. അതേ പറഞ്ഞ പോലെ കാറ്റ്, ക്ലോത്ത് ഇങ്ങനെ ഇളകുന്നത്, അങ്ങനെ കുറേ എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത്തരം സീക്വൻസുകളൊക്കെ വരുമ്പോൾ ആ എഡിറ്റിങ്ങിൽ കറക്റ്റായിട്ട് ഇത് ഇവിടെ വർക്കാവും, ഇതൊരു പേടി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഈ ഒരു തീരുമാനം എടുക്കുന്നത് ഡയറക്ടറാണോ അല്ലെങ്കിൽ കട്ടിന്റെ സമയത്ത് ആ ഒരു എഡിറ്റിന്റെ ടൈമിൽ എഡിറ്ററാണോ? എങ്ങനെയാണത് ആ ഡിസ്കഷൻ നടക്കണേ? തീർച്ചയായും അത് ഡയറക്ടറിന്റെ ഐഡിയയിൽ ഉള്ളത് കൊണ്ടാണല്ലോ അത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് എത്ര സമയം കൊടുക്കണം, അതെവിടെ വെക്കണം എന്നുള്ള ഒരു ലിബേർട്ടി എനിക്കുണ്ട്. ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ലിബേർട്ടി ഉണ്ട്. അത് ഇപ്പം കാണിക്കണോ പിന്നെ കാണിച്ചാൽ മതിയോ, അങ്ങനെയുള്ള ഒരു സ്പേസാണ് എനിക്കുള്ളത്. ഒബ്വിയസ്ലി ആ സാധനം ഷൂട്ട് ചെയ്യുന്നത് വെക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ പിന്നെ അതിനെ പൊസിഷൻ മാറ്റുമ്പോൾ ചിലപ്പോൾ എൻഹാൻസ്ഡ് ആവുന്നു എന്നുള്ളൊരു ഡിഫറൻസ് ആണ് വരുന്നത്. ആ ഒരു ഹാപ്പിനെസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. ഈ പസിലൊക്കെ പോലെ നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇവിടെ പെറുക്കി ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി ഇതിങ്ങനെ ഈ സിനിമയിൽ സ്പെഷ്യലി ഇപ്പോൾ ഷഫീഖ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊരു മാറ്റി പ്ലേസ്മെന്റ് കൊള്ളാലോ വാവ് എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഞങ്ങൾ എല്ലാ പടത്തിലും അങ്ങനെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഭൂതാലം മുതൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആക്ച്വലി പുള്ളി ഒരു കാര്യം പറയും, അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളി സാധാരണ പറയാറുമില്ല. നമ്മളിങ്ങനെ ഇരുന്ന് എനിക്ക് ആ ഫസ്റ്റ് കട്ട് ചെയ്യാനുള്ള ലിബേർട്ടി എനിക്ക് പുള്ളി തരും. ഇഷ്ടം പോലെ ചെയ്തു എന്നുള്ള രീതിയിൽ പറയും. എന്നിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളതിൽ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, മ്യൂസിക്കലി മാറ്റണോ. അപ്പോൾ എല്ലാ സ്പേസും നമ്മൾ വർക്ക് ചെയ്യണം. മ്യൂസിക് ആയാലും SFX ആയാലും ഒക്കെ നമ്മൾ എഡിറ്റിൽ തന്നെ റെഫറൻസുകൾ വെച്ച് ഇത്ര സമയം മ്യൂസിക്കിന് വേണം, ഇത്ര സമയം SFXന് വേണം, കുറച്ച് കഴിഞ്ഞിട്ട് മ്യൂസിക് തുടങ്ങിയാൽ മതി, ഒരു ഇൻസിഡന്റ് വരുന്നതിന് മുന്നേ മ്യൂസിക് തീരണം. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ രാഹുലിൻ്റെ കൂടെ ഇരുന്നിട്ടാണ്. അപ്പോൾ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു സീൻ അങ്ങോട്ട് മാറ്റി വെച്ച് ഷഫൾ ചെയ്യുമ്പോഴൊക്കെ ഒരു കുറേ കൂടി ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതൊരു എൻഹാൻസിങ്
ഫോമുല അല്ലേ, നമുക്കത് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഈ ജംപ് സ്കെയറിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നമുക്ക് അതും ട്രെയിലർ കണ്ടതേ ഞാൻ പറയുന്നുള്ളൂ, കണ്ടിങ്ങനെ തുറക്കണ ഒരു സാധനം. അപ്പോൾ ഇതൊക്കെ ഇത്ര ജംപ് സ്കെയർ സീൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യമേ എഡിറ്ററോട് പറയുന്നതാണോ, അല്ലെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്യണം, ഇതെങ്ങനെ വേണമെങ്കിൽ നീ അറേഞ്ച് ചെയ്തോ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താണെങ്കിലും കറക്റ്റ് പ്ലേസ് ചെയ്യണം, അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഡിസ്കഷനിൽ വരുമോ? ഇല്ല, അങ്ങനെയല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ആക്ച്വലി സ്റ്റോറി എഴുതിയിട്ടുണ്ടാവും, സ്ക്രീൻ പ്ലേയിൽ എന്താണ് വേണ്ടതെന്നുള്ളത് കൺവേ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനെ എൻഹാൻസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് എൻഹാൻസ് ആവുന്നുണ്ടെങ്കിൽ നമുക്കതവിടെ വെക്കാം. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചില സമയത്ത് എന്താ പറയുക, നമ്മൾ നാരറ്റീവ് ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക, ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ഹൈ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കണ്ണുറന്ന് ഓക്കെ ബാക്കി കണ്ടോളൂ എന്ന് പറയുന്ന പോലെ അതിന് വേണ്ടിയിട്ടാണ് ഒരു ജംപ് സ്കെയറും. പിന്നെ അത് സീനിന് കറക്റ്റായിട്ട് അനുയോജ്യമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കും. അത് ഒരുപാട് നല്ലൊരു കാര്യമാണ്. അത് മുഴച്ച് നിൽക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പോഴാണ് നമ്മൾ മറ്റു പടങ്ങളെ കുറിച്ച് സംസാരം വരുന്നത്. ഓക്കെ ഓക്കെ. രാഹുൽ ഇത് ഡയറക്റ്റ് ചെയ്ത ആളാണ്, സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ കുറെ കാലമായിട്ട് ഇതിന്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. എഡിറ്റർ ആണെങ്കിലും ആദ്യം തൊട്ട് ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ പോകുന്നു. ഇതിന്റെ ആകെ മൊത്തം ടോട്ടൽ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഈ സിനിമയുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരാളുമായിട്ട് അല്ലെങ്കിൽ അത്തരം ആൾക്കാരുമായിട്ടുള്ളൊരു ഡിസ്കഷനിലേക്കോ അല്ലെങ്കിൽ കാഴ്ചയിലേക്കൊക്കെ എപ്പോഴാണ് വരിക, അവർക്ക് എപ്പോഴാണ് കാണിച്ചു കൊടുക്കാറ് നിങ്ങൾ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? തീർച്ചയായും. പിന്നെ ഫസ്റ്റ് കട്ട് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞു, ഡബ്ബിങ്ങിൻ്റെ ഒരു ഡബ് വേർഷൻസ് വെച്ച് ഒരു ഫൈനൽ കട്ട് ചെയ്യും. ഫൈനൽ കട്ട് ചെയ്തിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 ആൾക്കാരെ നമ്മൾ കാണിക്കും. അതായത് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, അവരെ മാത്രം നമ്മൾ കാണിക്കത്തുള്ളൂ. അവരെ കാണിച്ചിട്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത് നമ്മൾ ചോദിക്കും. അത് തീർച്ചയായും അത് ഒട്ടുമിക്ക പോയിന്റ് ഓഫ് വ്യൂസും ആക്ച്വലി സിമിലർ ആയിരിക്കും. എവിടെയെങ്കിലും എൻഹാൻസ് ചെയ്യാനോ എന്തെങ്കിലും ഇവിടെ കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് VFX ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ല, VFXകളൊക്കെ കുറച്ച് പെൻഡിങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവർക്കത് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ ലെയ്മേൻ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് കാണിക്കാൻ പറ്റൂല. ഈ രാഹുൽ ഷഫീഖ് കൂട്ടുകെട്ടുന്നൊന്നും തുടങ്ങിയതല്ല, കുറച്ച് കാലമായി നിങ്ങൾ ഇങ്ങനെ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾ ഇത് കാണിക്കണത് ഏത് ആൾക്കാരാണ് നിങ്ങളുടെ ആ ഒരു ടീമിൽ പുറത്ത്? എന്നാൽ നിങ്ങൾക്ക് ഭയങ്കര വിശ്വസ്തരായിട്ടുള്ള ആരാണത്? അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അതിനിപ്പോൾ നമുക്ക് അൻവർ റഷീദ് പ്രൊഡ്യൂസർ, ആക്ച്വലി അമ്പുക്ക ഭയങ്കര റിലയബിൾ ആയിട്ടുള്ളൊരു കക്ഷിയാണ്. നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സെൻസ് ഉള്ള ഒരു അങ്ങനെ ഒരാളാണ്. അത് ഭൂതകാലം സമയത്തും അതെ, പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്തും ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അമ്പുക്ക വന്നിരുന്ന് നമ്മളെ കൂടെ ഇരുന്ന് ഓരോ ഈ പറഞ്ഞ പോലെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പോഴും പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് കാണിച്ച് ഫ്രണ്ട് സർക്കിളിൽ തന്നെയുള്ള ആൾക്കാരെ കാണിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് സർക്കിളിൽ കാണിച്ചാലേ ഇത് എന്താണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ, ജെന്യൂൻ ആയിട്ടുള്ളൊരു. അപ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് സർക്കിൾ ഒരുവിധം ടെക്നിക്കൽ ക്രൂ ആയിരിക്കും. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ നമുക്കറിയാലോ എന്താണ് എങ്ങനെ ഇതിന് റെസ്പോൺസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ. അവിടെയും എഡിറ്റർ ഇങ്ങനെ എല്ലാരെയും നോക്കുന്നുണ്ടാവും, എപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വല്ലതും വീഴുന്നുണ്ടോ അല്ലേ? ഇല്ല, നമ്മൾ ഉള്ളിൽ കയറൂല, അവരെ മാത്രം കാണിക്കാൻ വേണ്ടിട്ട് അവര് മാത്രമേ ഇരുന്ന് കാണാൻ പാടുള്ളൂ എന്ന് വിചാരിക്കും, ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ സിനിമകളിൽ സ്പോട്ട് എഡിറ്റിംഗ് എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. പണ്ടില്ലാത്തൊരു സംഭവമാണ്, ഇപ്പൊ നമുക്കത് പോസിബിൾ ആണ്. അപ്പൊ ഏറെക്കുറെ ആ ഒരു ചിത്രം ഇൻ ടോട്ടലായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുകയാണ് വർക്ക് ചെയ്യുന്ന സമയത്ത്. സ്പോട്ട് എഡിറ്റിംഗ് ആക്ച്വലി മെയിനായിട്ട് എഡിറ്റ് ചെയ്യുന്ന ആളുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരാൾ തന്നെയായിരിക്കും ഇരിക്കുക. അത് ഡയറക്ടർ ഏതെങ്കിലും ആൾക്കറിയുന്ന ഒരാളാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പോയിലർ അലേർട്ട്? ഇത് രാഹുലിൻ്റെ ഒരു പടത്തിന് സ്പോട്ട് എഡിറ്റർ ഇല്ല. ഓ സീരിയസ്ലി? ഒരു പടത്തിനും ഇല്ല. രാഹുലിനും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. ആണോ? എനിക്ക് ആക്ച്വലി ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ ടെക്നോളജിയും പോലെ തന്നെ സ്പോട്ട് എഡിറ്റും ഒരു ടെക്നോളജിയാണ്. അതിൻ്റെ നല്ല വശത്തിന് ഉപയോഗിക്കാതെ ആൾക്കാർ അതിൻ്റെ അത് കുറച്ച് എന്താ പറയുക, ഒരു ചെറിയൊരു അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതിനെ ബേസ് ചെയ്ത് പിന്നെ ഫിലിം ക്രിയേഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ ഷോട്ട് എടുക്കണം, അതിനെ ബേസ് ചെയ്ത് ആൾക്കാർ നാരറ്റീവ് മാറ്റാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഫിലിം മേക്കറിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതില്ലെങ്കിൽ ആക്ച്വലി നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് നമ്മൾ പേപ്പറിൽ എഴുതി അങ്ങനെ തന്നെ ചെയ്യാം. അന്നും നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഇൻസ്റ്റിങ്ക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും
നല്ലത്. പിന്നെ വലിയ പടങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രൊഡക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് യൂസ് ചെയ്തോളൂ. കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, ആക്ഷൻ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കണമെങ്കിൽ നോക്കിക്കോളൂ. സ്പോട്ടിലിരുന്നിട്ട് നരേഷൻ ഫിക്സ് ചെയ്യാതിരിക്കരുതെന്ന് പറയും. അത്രേ ഉള്ളൂ. അതെനിക്കൊരു ഭയങ്കര അത്ഭുതം കേട്ടോ. കാരണം ഇപ്പം അത്രയും മാറിയിട്ട് ആൾക്കാർ സ്പോട്ട് എഡിറ്റർ എന്താണെങ്കിലും അതൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാ സിനിമയിൽ, മിക്ക സിനിമകളിൽ അല്ലേ. അപ്പോൾ നേരിട്ട് ഒന്നും ചെയ്യാതെയാണ് കയ്യിലേക്ക് കിട്ടുന്നത്. അതൊരു സന്തോഷമല്ലേ? അല്ലേ അത് അടിപൊളി കാര്യമാണ്. ഞാൻ വെച്ചു മേ ബി ഷഫീഖ് തന്നെ സ്പോട്ട് എഡിറ്റിങ്ങിന് ഇരുന്നോ, അല്ലെങ്കിൽ അത് ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഒരു ജോയിൻ ചെയ്ത സമയത്ത് 1-2 സിനിമകൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എന്നെക്കാളും നല്ല ഞാൻ വിവേകർഷൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ചേട്ടനെ ആക്ച്വലി എന്നെക്കാളും നല്ല ജഡ്ജ്മെൻറ്റ് ചേട്ടന് കിട്ടുന്നത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സെറ്റിൽ വരാതെ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു കാര്യം അതാണ്. അപ്പോൾ ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മളവിടെ പോകുമ്പോൾ, സ്പോട്ടിൽ പോകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവും. നമ്മൾ ഒരു കഷ്ടപ്പെട്ട് ഷോട്ട് എടുക്കുന്നു, അവർ ഏതെങ്കിലും ഒരു ഷോട്ടിൽ നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷോട്ടിന് റെസ്പോൺസ് വന്നു, അപ്പോൾ അത് വെക്കാം എന്നുള്ളൊരു ഐഡിയ നമ്മളിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ സീനിന് ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെ പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ സെറ്റിൽ പോകുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ എത്ര പൈസ ചിലവാക്കിയ ഷോട്ടാണെങ്കിലും വേണ്ടെങ്കിൽ വേണ്ടാന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. ഈ പേടിപ്പിക്കൽ എന്ന് പറയുന്ന സാധനം എഡിറ്ററുടെ വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. പേടിക്കുന്ന പടം എടുത്തിട്ട് പേടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എൻ്റെ കഴിവുകേടല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. തീർച്ചയായും നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഒരുപോലെയാണ്. പിന്നെ അത് അവസാനം സൗണ്ട് മിക്സ് ചെയ്ത് പുറത്ത് വരുന്ന വരെ ആർക്കും ആ റെസ്പോൺസിബിലിറ്റിന്ന് എസ്കേപ്പ് ഇല്ല. എല്ലാവർക്കും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. നമ്മൾ നന്നായി എഡിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നല്ല സൗണ്ട് വരണം. നല്ല സൗണ്ട് വന്നിട്ട് കാര്യമില്ല, അത് മിക്സ് ചെയ്യണം. ഇതൊക്കെ വന്നു കഴിഞ്ഞാലേ കാര്യമുള്ളൂ. അപ്പം ഇതിലെവിടെയെങ്കിലും മിസ്റ്റേക്ക്, ആരെങ്കിലും സിങ്ക് അല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ മൊത്തം ഇതുവരെ ചെയ്ത എല്ലാവരും വർക്കും പോകും. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യണം, അതാണ് കാര്യം. ആ വെട്ടല് കറക്റ്റ് ആയാലേ ശരിക്കും അത് ടൈമിംഗ് സെറ്റ് ആയി കിട്ടുള്ളൂ എന്നുള്ളതാണ്. വെട്ടല് കറക്റ്റ് ആയാലും ഒട്ടലും കറക്റ്റ് ആവുന്നതാണ്. എന്താന്നൂടി ഇപ്പോൾ ഫ്ലാറ്റ് സ്ക്രീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ ഫ്ലാറ്റ് റേഷ്യോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമുക്ക് എങ്ങനെയാ പറഞ്ഞുതരാം സാധാരണ നമുക്ക് അറിയേണ്ട ആൾക്കാർക്ക്? 2 രീതിയിലാണ് നമുക്ക് ആക്ച്വലി ആസ്പെക്ട് റേഷ്യോസ് ഉണ്ടാവും. ഒന്ന് വൈഡ് സ്ക്രീനിലുണ്ടാവും, ഒന്ന് ഫ്ലാറ്റ് സ്ക്രീനിലുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നതിന് ശേഷം ഫ്ലാറ്റ് സ്ക്രീന് കുറേ കൂടി ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ 2:1 റേഷ്യോയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. എൻ്റെ അനുഭവത്തിൽ ഭൂതകാലം മുതലാണ് 2:1 റേഷ്യോയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ 2:1 കുറച്ചും കൂടി എന്താ പറയുക, ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ കാണുന്ന വിഷ്വലിന്, അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വന്ന വിഷ്വലിന് ഉള്ള ഡീറ്റെയിൽ കുറച്ചും കൂടി നമുക്ക് ലോങ് ഡിസ്റ്റൻസിലുള്ള വിഷ്വൽസിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. അതേമറിച്ച് നമ്മളൊരു വൈഡ് സ്ക്രീനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറയുക, ഒരു വെസ്റ്റേൺ ഫിലിം, ഇപ്പോൾ ഒരു സെർഗിയോ ലിയോണി പടമൊക്കെ കാണുമ്പോൾ നമുക്കൊരു വൈഡ് സ്കോപ്പ് സാധനം ഉണ്ടല്ലോ, 2.35, അതിൽ കാണുമ്പോൾ അങ്ങനെയുള്ള വിഷ്വൽസ് ലാൻഡ്സ്കേപ്പായിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിഷ്വൽസിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ബ്രഹ്മയുഗം നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മയുഗത്തിൽ 2:1 ആണ്, ബ്രഹ്മയുഗത്തിലും ഭൂതകാലത്തിലും അതെ. അപ്പോൾ ക്യാരക്ടർ കുറേയും കൂടി ഡിഫൈൻഡ് ആണ്. നമ്മളെ സ്പേസ് പോലെ നമ്മളെ കാണാൻ എപ്പോഴും സ്ക്വയർ ഇതിലാണ് എപ്പോഴും നമുക്ക് എല്ലാം കാണുക, ഓൾമോസ്റ്റ് സ്ക്വയർ ആണ്. നമ്മൾ ഒരിക്കലും റെക്ടാങ്കിൾ നമ്മൾ കാണുന്നില്ല. അപ്പോൾ കുറേ കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് കുറേ കൂടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 2:1 യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും തോന്നുന്നു, കംഫർട്ടബിൾ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഭൂതകാലം എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം എന്താ പറയുക, ഒന്നാമത്തെ OTT-യിലാണ് വന്നത്. OTT-യിൽ കണ്ടിട്ട് പോലും നമ്മളെ പേടിപ്പിക്കുക, കാരണം നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലാണ് ഇരിക്കുന്നത്, നമുക്കറിയുന്ന സറൗണ്ടിങ് ആണ്. അവിടെ ഇരുന്നിട്ട് കാണുമ്പോൾ പോലും നമ്മളെ അതൊരു ഭയങ്കര ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര, അത് ഒരു രക്ഷയില്ല. അതിൻ്റെ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആണ്. അത്രയും എനിക്ക് ഇനി ഒരു വട്ടം കൂടി കാണാൻ എനിക്ക് അത്ര ഒരു എനിക്ക് പേടിയുണ്ട് ലേശം. അങ്ങനത്തെ ഒരു സിനിമയാണ് ഭൂതകാലം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അത്രയും നല്ലൊരു സിനിമ വലിയ സ്ക്രീനിൽ ഒരു തിയേറ്ററിൽ വരാത്തതിൻ്റെ ഒരു വിഷമമുണ്ടോ? പിന്നെ അത് ഫസ്റ്റ് OTT എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ തിയേറ്ററിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം കോവിഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തിയേറ്റർ കിട്ടാൻ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ വീണ്ടും കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നു, സെക്കൻഡ് വേവ് അടിച്ചു. അപ്പോൾ പിന്നെ റിലീസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ OTT എന്നുള്ള രീതിയിൽ ഓൾറെഡി നമ്മൾ OTTക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ
ഷഹനാദ് ഷൂട്ട് ചെയ്തത് അത് പ്ലാൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടി ഷൂട്ട് ചെയ്യണം. അപ്പോൾ രണ്ടും ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ? പുള്ളിക്ക് ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവും അതിൽ. ഓക്കെ. അപ്പോൾ പുള്ളി ഇത് OTT ആയതുകൊണ്ട് മാത്രം ഈ ഒരു ആസ്പെക്ട് റേഷ്യം വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ പക്ഷെ OTT വന്നതുകൊണ്ട് ഗുണമുണ്ട്. നമുക്ക് തിയേറ്ററിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിലും ഹൊറർ ഫിലിമുകൾ എപ്പോഴും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നവർക്കാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ സോളിറ്റ്യൂഡിൽ ഇരിക്കുമ്പോഴാണ് അത് കുറേ കൂടി നമ്മളെ കൂടെ ഒരു പ്രേതം ഉണ്ടെന്നൊക്കെ തോന്നുള്ളൂ. ഭ്രമയുഗം ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മളൊരു കുറച്ചുകൂടി ഹാപ്പിനെസ് കൂടി നിൽക്കുന്ന ഒരു സമയം. കാരണം സംസ്ഥാന അവാർഡ് നമ്മുടെ മമ്മൂക്കയ്ക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊരു കൺഗ്രാറ്റ്സ്. എല്ലാ ടീമിലെ എല്ലാവരോടും പറയാനുള്ളതാണ്, ഞാൻ ഷഫീഖിനോട് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മമ്മൂക്കേനെ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു സിനിമ കേട്ടോ? പിന്നെ അത് നമുക്ക് റെസ്പോൺസിബിലിറ്റി *2 ആണ് ആക്ച്വലി നമുക്ക് ഫുട്ടേജ് ആകുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ എക്സൈറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ഫുട്ടേജ് കട്ട് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ ഒരിക്കലും മമ്മൂക്ക എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരെന്നെ അങ്ങനെ ചിന്തിക്കുന്നില്ല. മമ്മൂക്ക ഒരിക്കലും കുടുംബൻ പോറ്റി എന്നുള്ള ക്യാരക്ടർ ചെയ്തത് ഞാൻ മമ്മൂട്ടിയാണ് എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തുള്ളത്. പുള്ളി കുടുംബൻ പോറ്റി ആവണം. അപ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ട് കുടുംബൻ പോറ്റിനെ കണ്ടോടാം, നമ്മളെന്തിനാണ് മമ്മൂക്കാനെ കാണേണ്ടത്? അപ്പോൾ പുള്ളി അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളും മറന്നുപോകും. നമുക്കും കുടുംബൻ പോറ്റിയുടെ കൂടെ ട്രാവൽ ചെയ്യാനാണ് നമുക്കും തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉള്ളൊരു പേടിയും അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റും നെർവസ്നെസ് ഒക്കെ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തോടുള്ളൊരു ആരാധന കൊണ്ടാവാം, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ട്, ചെറുപ്പം മുതലേ കണ്ടുവരുന്ന സിനിമകളും എല്ലാതും ഉണ്ടല്ലോ. പിന്നെ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്, അതിൻ്റെത് ഉണ്ടാവും തീർച്ചയായും. പക്ഷെ അത് നമ്മൾ എന്താ പറയുക, ഒരു ദിവസമൊക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ നമ്മൾ എഡിറ്ററും അത് ക്യാരക്ടേഴ്സുമാണ്. തീർച്ചയായും എൻ്റെ മെയിൻ കൺസേൺ അതാണ്. അതായത് നമ്മളൊരിക്കലും ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാർ ആരാണെങ്കിലും അവർ ആ പട്ടത്തിൽ അവർ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ക്യാരക്ടറായി ജീവിച്ചതുകൊണ്ടാണ്. അപ്പം നമ്മൾ അവരോട് നീതി കാണിക്കണമെങ്കിൽ നമ്മൾ അവരെ തന്നെ മറക്കണം, ആ സ്പേസിൽ നമ്മളും ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ അത് വർക്കാവത്തില്ല. അതിലൊരു വല്ലാത്തൊരു ചിരിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഒരു സീൻ. അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു ടൈമിങ് ഫിക്സ് ചെയ്തതും എത്ര നേരം ആ ചിരി ഇങ്ങനെ ലാസ്റ്റ് ചെയ്യണം, എത്ര നേരം വെക്കണം, അതിൻ്റെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളടുത്ത്? അത് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ഉണ്ടല്ലോ. ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എന്താ പറയുക, നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ബോറടിക്കും, അല്ലെങ്കിൽ അടുത്ത് കാണാൻ തോന്നും, അങ്ങനെ തോന്നും. ചിലത് നമുക്ക് കണ്ട് മതിയായില്ല എന്ന് തോന്നും, അങ്ങനെ വരും. നമുക്കടക്കെ ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, പുള്ളി ഒരു പുതിയ സാധനം കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സാധനം, ആ ചിരി നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇല്ല, അത് ഇത്ര സിനിമകൾ ചെയ്ത ആളാണ്, പക്ഷെ ആ ചിരി നമ്മൾ വേറൊരു സിനിമ കാണാൻ പറ്റില്ല. അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. നമ്മളത് ഫുട്ടേജിൽ കാണുമ്പോഴും പിന്നെ നമ്മൾ മിക്സൊക്കെ കഴിഞ്ഞ്, കാരണം ഞാൻ കാണുമ്പോൾ എനിക്ക് പൈലറ്റ് വോയിസ് മാത്രമാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ എന്താ പറയുക, ഫുട്ടേജിലുള്ള സൗണ്ട് മാത്രമേ എനിക്ക് ഉണ്ടാവത്തുള്ളൂ. ഡബ് ചെയ്ത് വരുമ്പോൾ ഒരു സൗണ്ട് വരും. ഈ ഡബ് ചെയ്ത സൗണ്ട് ഒന്ന് മിക്സിന് പോയി അവിടെ റിവേർബും പരിപാടിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഈ സാധനം മൊത്തത്തിലങ്ങ് മാറും. അപ്പോൾ നമ്മൾ റിവേർബ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സ്ട്രാ ലെങ്ത്ത്, ഒരു പൊടിക്ക് എക്സ്ട്രാ ലെങ്ത് കൂടി വേണ്ടി വരും. അപ്പോൾ നമ്മളതും കാൽക്കുലേറ്റ് ചെയ്ത് വേണം ആ സ്പേസ് വെക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ആ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ 3 പടത്തിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവരെ വർക്കും വെച്ച് സിങ്ക് ചെയ്ത് നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് ക്രിസ്റ്റോ ചെയ്ത് തരും, മറ്റേ സൗണ്ട് ആണെങ്കിൽ ജയദേവൻ ചെയ്തിട്ട് JD ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അത് വെച്ച് വീണ്ടും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് ഒരുപാട് പടങ്ങൾക്ക് കിട്ടാറില്ല. ഈ പടത്തിനത് രാഹുലിൻ്റെ കൂടെ 3 പടത്തിനും കിട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്. ഇപ്പോൾ നമ്മൾ DS സീരിയൽ നോക്കുകയാണെങ്കിലും സൈലൻസിൽ വർക്ക് ചെയ്ത കുറേ സീക്വൻസുകളുണ്ട് അല്ലേ? ആ ഒരു അപ്പോൾ ഒരു എഡിറ്റർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് പാറ്റേൺ? സൈലൻസ് അടിപൊളിയാണ് ആക്ച്വലി. സൈലൻസിലൊരു ഫിയർ എപ്പോഴും ഉണ്ടല്ലോ. നമുക്കൊരു ഇപ്പോൾ ഈ റൂമിൽ തന്നെ നമ്മൾ രാത്രി സൗണ്ടൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് പല പല ചിന്തകളും വരും. അത് നമ്മളെ തോട്ട് പ്രോസസ്സ് അനുസരിച്ചിരിക്കും.
സൈലൻസിനെ ആക്ച്വലി വെപ്പണാക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ പൊതുവെ മ്യൂസിക് ഇട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, പക്ഷേ സൈലൻസ് തന്നെ പേടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരുപാട് സിനിമകൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പടങ്ങളായാലും നമ്മൾ വായിക്കുന്ന ബുക്കുകളിലായാലും കഥകൾ പറയുന്ന ശ്മശാനമൂകത എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വേറൊരു സോണിൽ ട്രാവൽ ചെയ്യുകയാണ്. അപ്പം അതിന് വിഷ്വലി നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ മ്യൂസിക് അത്രയും കുറച്ച് യൂസ് ചെയ്താൽ മതി, മ്യൂസിക് ആവശ്യമുള്ളിടത്ത് മാത്രം ടച്ച് ചെയ്താൽ മതി എന്നുള്ളത് തോന്നൽ വരും. ഇപ്പോൾ ഒരുപാട് റീൽസിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഇതുപോലൊരു ഹൊറർ മൂവി വരുന്ന സമയത്ത് ചില ഓഡിയൻസ് വെറുതെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ആ പേടി കുറയ്ക്കാനായിട്ട് അവരുടെ ടാക്ടിക്സ് ആണ്. പക്ഷേ അതിനെ നേരെ പുറത്ത് വിളിച്ചുകൊണ്ടായി തല്ലുന്ന സീൻസും വന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നോട് കൊടുക്കും. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ഹൊറർ മൂവീസ് ഒക്കെ ചെയ്യണ സമയത്ത് ഇതുപോലൊരു ഓഡിയൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ബാധിക്കും ശരിക്കും? നമുക്ക് ആക്ച്വലി നമ്മൾക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, അതൊന്നും നമ്മളെ കൺട്രോളിലല്ലല്ലോ. പലരും പല രീതിയിലല്ലേ. ഇപ്പം നമുക്ക് ധൈര്യമുണ്ട്, കുഴപ്പമില്ല, പലർക്കും ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഒരു ഹൊറർ ഫിലിമിൻ്റെ ഒരു വലിയൊരു ശാപം ഇതാണ്. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും റെസ്റ്റ്ലെസ് ആയി പോകും. അത് സിനിമ മോശമായതുകൊണ്ടല്ല റെസ്റ്റ്ലെസ് ആവുന്നത്, സിനിമ കുറച്ചും കൂടി നന്നായതുകൊണ്ടാണ് റെസ്റ്റ്ലെസ് ആവുന്നത്. തീർച്ചയായും എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ കോൺജറിങ് 2 ചെന്നൈയിൽ റിലീസായിട്ട് ഞാൻ നൈറ്റ് ഷോ പോയി. ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ഒരു സീനിൽ രാവിലെ ഒരു ക്യാരക്ടർ ഇങ്ങനെ റൂമിൽ കൂടി നടക്കുന്നു. അപ്പോൾ ബാക്കിൽ ഒരു ഷാഡോ പോകുന്നുണ്ട്. ആ ഷാഡോ കണ്ടതോട് കൂടിയിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ചീറി വിളിക്കുകയാണ്. അപ്പോൾ സംഭവം എല്ലാവരും പേടിച്ചിട്ട് ചീറുന്നതാണ്. അത് കാണുമ്പോൾ എന്താ വെച്ചാൽ എന്തോ ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം റിലീസായ പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നമുക്കപ്പോൾ. നമ്മളിത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയിട്ട് നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടൂല. അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, നമുക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അങ്ങനെ ഇരിക്കുന്നതിൽ കാര്യമില്ലാന്ന് തോന്നി. പിന്നീട് ഫ്രീ ആകുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ വീക്ക് ഡേയ്സിൽ എപ്പോഴെങ്കിലും പോയി കാണും, അപ്പോൾ ഓക്കെയാണ്. അതെ, എന്താണെങ്കിലും അത്തരം ആൾക്കാരെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് കുറേ റീൽസ് വന്നിട്ടുണ്ട്. അവരെ ശരിക്കും നല്ല പണി കൊടുക്കുന്ന പോലെയുള്ള തമാശ റീൽസ് ഒക്കെ കുറെ വന്നിട്ടുണ്ട്. കുറച്ചെങ്കിലും ആ ഒരു വിഷയത്തിൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഈ റീൽസിലൂടെയെങ്കിലും വരുമെന്ന് വിചാരിക്കണു അല്ലേ? നമുക്ക് കാണാൻ വയ്യെങ്കിൽ നമ്മൾ കാണാതിരിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. ഇതൊരു ചെറിയൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്, ഒരു സിവിക് സെൻസ് ആണ്. അതുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്കത് ശാഠ്യം പിടിക്കാൻ പറ്റൂല. ഇപ്പോൾ രാഹുലിന്റെ ഒരു ക്രിയേറ്റിവിറ്റി പല രീതിക്കാണ് നമ്മൾ ചില സിനിമകളിലൂടെ കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രഹ്മയുഗം, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക ഞെട്ടിയില്ല എന്ന് രാഹുൽ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആസ് എൻ എഡിറ്റർ, അയ്യോ ഇത്രയും കളർ മൂവീസ് കണ്ടിട്ടുള്ള അതിൽ എക്സ്പെരിമെൻ്റ് നടക്കുന്ന ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരുമ്പോൾ ഇത് എഡിറ്റിങ്ങിൽ എനിക്കത് കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഷെഫീഖിനുണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി ഞങ്ങൾ ഭൂതകാലം ചെയ്ത് ഒരു ദിവസം ഇതേപോലെ ഭൂതകാലത്തിൻ്റെ എഡിറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഒരു 10-10 മണിക്ക് പുള്ളി വന്നിട്ട്, ഇപ്പോൾ അൻവർ റഷീദ് നമുക്കടെ ഫ്ലാറ്റിൽ വീട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒരു ഡെസ്കിൻ്റെ അപ്പുറത്തും ഞാനിപ്പുറത്ത് ഇരുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, മച്ചാ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ആയിക്കോട്ടെ പറയൂ. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അപ്പോൾ തന്നെ എനിക്ക് ഓക്കെ, ഞാൻ കുറച്ച് ഇന്നായി. ഓക്കെ, ഇത് മമ്മൂക്കാനെ വെച്ച് ചെയ്യാനാണ് ഐഡിയ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ മമ്മൂക്ക, ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കൂടി ഇന്നാവും. അങ്ങനെയാണ് പുള്ളി കഥ പറയുന്നത്. പുള്ളി എന്നിട്ട് കഥ പറഞ്ഞിട്ട് മമ്മൂക്ക ഇങ്ങനെയാണ് വരുന്നത്, ഇതാണ് സംഭവം. മമ്മൂക്കയുടെ എൻട്രൻസിൻ്റെ ഒരു സീൻ പറഞ്ഞു തന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ ക്രക്സും പറഞ്ഞു തന്നു, എന്താണ് ക്രക്സ് എന്നുള്ളത്, മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതും പറഞ്ഞു തന്നു. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പേടിക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് തോട്ടം നമുക്ക് വരുന്നത് നമുക്കിത് ഇഷ്ടമാണ്, മമ്മൂക്കാക്ക് ഇത് ഇഷ്ടാവണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് നമുക്ക് റിസീവ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ രാഹുലിനോട് ഇങ്ങനെ സംസാരിച്ചു. രാഹുൽ ഇല്ല, വേറെ ആൾക്കാരൊക്കെ ആലോചിക്കണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ രാഹുൽ ഇല്ല, നമ്മൾ മമ്മൂക്കാനെ തന്നെ, മമ്മൂക്കില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂല, അത്രയും കോൺഫിഡൻസ് ആണ് രാഹുലിന്. രാഹുൽ അത് മമ്മൂക്കാടെ അടുത്ത് പിച്ച് ചെയ്യുന്ന മമ്മൂക്ക കേട്ട ഉടനെ മമ്മൂക്കാക്ക് അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഓണാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ആക്ച്വലി നമുക്ക് ആവശ്യം ഒരു വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അങ്ങനെ പടം ചെയ്യാൻ ഒരു ബഡ്ജറ്റ് ആവും. ആ ബഡ്ജറ്റ് ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാവുമ്പോൾ എന്തെന്നാ പറയുക, അത്
ഭയങ്കര കുറച്ചൊരു റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ്. കളർ ഫിലിം കണ്ട് പരിചയിച്ചിട്ടുള്ള ജനങ്ങളുടെ അടുത്ത് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരുമ്പോൾ അവർ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് പ്രൊഡ്യൂസറിന് ഭയങ്കര നഷ്ടമാകും. പക്ഷെ പ്രൊഡ്യൂസർ സപ്പോർട്ടീവ് ആയിരുന്നു. പ്രൊഡ്യൂസർ പറഞ്ഞത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഈ പടം ചെയ്യുള്ളൂ എന്നാണ്. അപ്പൊ എല്ലാവരും ഒരേ വേവ് ലെങ്ത്തിൽ ഇരിക്കുമ്പോഴാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ തീർച്ചയായും അവർക്കും ആ സെൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് വർക്കായത്. പിന്നെ ഒബ്വിയസ്ലി മമ്മൂക്ക ഭയങ്കര ഇന്നോവേറ്റീവ് ആണ് പല കാര്യങ്ങളിലും. ചിന്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അർത്ഥമല്ല. നമ്മൾ സിനിമയിലൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നിർത്തിയോത്തുനിന്ന് തുടങ്ങുന്ന ആൾക്കാരാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉണ്ട് മമ്മൂക്കൊക്കെ. അപ്പോൾ പുള്ളി അത് ഫോർസൈറ്റിൽ കണ്ടിട്ടുണ്ടോ ഈ പടം ഇങ്ങനെ അടിക്കും, ഇങ്ങനെ വർക്കാവും, ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ പുള്ളിക്ക് തോന്നി കാണും. ഭൂതകാലത്തിലെ ആ ബിസ്ക്കറ്റ് സീനില്ലേ, അതിൻ്റെ ഒരു മെമ്മറി എന്തെങ്കിലും? രാഹുലിൻ്റെ ആക്ച്വലി ഐഡിയാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലെയ്മേനായിട്ടുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അതിനെങ്ങനെ ഹൊററാക്കി മാറ്റാൻ പറ്റും, അതിൻ്റെ മാക്സിമത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ പല സീനുകളും ഈ പറഞ്ഞ പോലെ ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കാൻ പോവുകയാണെങ്കിൽ പോലും നമുക്ക് പേടിയാവണം എന്നുള്ള ലൈനിലാണ് രാഹുൽ വർക്കൗട്ട് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമുക്ക് മിസ്സായത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. നമ്മൾ ഹൊറർ എന്ന് പറയുമ്പോൾ ലാർജർ ദാൻ ലൈഫിലുള്ള പാലമരത്തിലെ യക്ഷി പറന്നു വരണം എന്ന് പറഞ്ഞ് നമ്മളതിന് ഒരു സമയത്തിൽ നമ്മളതിനെ വിശ്വസിക്കാൻ തുടങ്ങി. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി കുറച്ച് വിഷ്വൽസ്. അങ്ങനെ അല്ലാതെ നമുക്ക് സറൗണ്ടിങ് വെച്ചിട്ട് തന്നെ നമുക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് വേറെ കുറേ സിനിമകളും ബുക്കുകളും പിന്നെ രാഹുലിൻ്റെ കുറച്ച് ഐഡിയകളും വന്നപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷൻ വരുന്നതാണ്. അത് കാര്യം നമ്മൾ എല്ലാത്തിനെയും സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിംപ്ലിസിറ്റിയിൽ ഹൊറർ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിഷനാണത്. രാഹുൽ ഫസ്റ്റ് കഥ പറയുമ്പോഴും അതൊരു സിമ്പിൾ കഥയാണ്, ഒരു അമ്മ മകൻ വിഷൻ ആണ്. പക്ഷെ അത് മേക്കിങ്ങിലാണ് അത് വരിക എന്നുള്ളത്, മേക്കിംഗ് പടമാണെന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതിൽ ആക്ച്വലി ഇപ്പോൾ ഒരു വീട്, ഒരു 4 ചുവരിൻ്റെ ഉള്ളിലുള്ള കഥ, ഇതിനെ ഒരു ഫ്രഷ് ഫീൽ എപ്പോഴും ഓരോ സീനിൽ നമുക്ക് വല്ലാണ്ട് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പോലും ഈ പേടി ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഡിറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റാൻഡ് ബൈ ആയിരിക്കും മിക്കപ്പോഴും ക്യാമറ എന്ന് തോന്നുന്നു. കാരണം അത്രയും ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ എഡിറ്റിങ്ങിൽ അതെങ്ങനെയാണത് കറക്റ്റായിട്ട് പുൾ ഓഫ് ചെയ്തേ? നമ്മൾ എന്ത് കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് ഹൈ. ആക്ച്വലി ഈ ഗിമിക്സ് പരിപാടികളൊക്കെ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഗിമിക്സ് ഒക്കെ കാണിച്ചിട്ട് കഥ വർക്കായിട്ടില്ലെങ്കിൽ ഇതൊക്കെ അവിടെ കിടക്കും. അപ്പോൾ കഥ നല്ലതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ നറേഷൻ ജനങ്ങൾക്ക് റീച്ച് ആവണം. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ സീനും ഈ പറയാൻ പോകുന്ന സീനും തമ്മിലൊരു കണക്റ്റ് വേണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സീനായിട്ടൊരു കണക്റ്റ് വേണം. അതിനെ കറക്റ്റായിട്ട് ജെല്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും എഡിറ്റ് എന്ന് പറയുന്നത് എഡിറ്റ് കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല എഡിറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഭൂതാലം അങ്ങനെ ഒരു സ്പേസാണ്. നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗിമിക്ക് കാണിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ. ആ കഥ എന്താണോ ഡിമാൻഡ് ചെയ്തത് അത് മാത്രം ചെയ്യാന്നുള്ളതായിരുന്നു. ഇതുപോലെ തന്നെയാണോ ജിഗർദണ്ഡ 1 ഒരു ഫസ്റ്റ് സീൻ ഒരു സിംഗിൾ ഷോട്ട് ആണത് അല്ലേ? മറ്റേ സേതു റെസ്റ്റോറന്റ് ആദ്യത്തെ ഒരു സംഭവം അത് ആക്ച്വലി. അപ്പോൾ ഈ ഒറ്റ സിംഗിൾ ഷോട്ടിൽ പോണ സ്ഥാനത്ത് എഡിറ്റർക്ക് ഒരു പണിയില്ല എന്നാണോ? എഡിറ്റർക്ക് പണിയില്ലെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഒരു സിംഗിൾ ഷോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ പടത്തിൻ്റെ ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ ഒരു സിംഗിൾ ഷോട്ട് വന്നു, അടുത്ത സീനിൽ ഒരു സിംഗിൾ ഷോട്ട് വന്നു, പിന്നെ ഒരു സിംഗിൾ ഷോട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും നമ്മൾ നരേറ്റീവിന് ഇത് ആവശ്യമില്ലെങ്കിൽ ഈ സിംഗിൾ ഷോട്ടുകളൊന്നും വെക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ഷോട്ട് എടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. ഒരു സിംഗിൾ ഷോട്ടിൻ്റെ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ അതിനെ ചുറ്റിയുള്ള സീൻസ് നമ്മൾ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് വരണം. ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു പടത്തിൽ റെട്രോ എന്ന് പറഞ്ഞൊരു പടത്തിൽ സിംഗിൾ ഷോട്ട് ഉണ്ട്. ഒരു 15-16 മിനിറ്റിൻ്റെ സിംഗിൾ ഷോട്ടാണത്. അതാ കണ്ടന്റ് എല്ലാതും അതിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് ഒരു ഡാൻസും ഒരു പാട്ടും ഒരു ഫൈറ്റും ഒരു ഡ്രാമയും എല്ലാതും കൂടി വരുമ്പോൾ ആണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. അല്ലെങ്കിൽ അത് വളരെ സ്റ്റൈലായി പോകില്ലേ. അപ്പോൾ സിംഗിൾ ഷോട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. സിംഗിൾ ഷോട്ട് വാല്യൂ ഉള്ള സമയത്ത് സിംഗിൾ ഷോട്ട് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മലയാളം സിനിമ, തമിഴ് സിനിമ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റെട്രോ ചെറുതാണ്ടൊക്കെ നമ്മൾ പറഞ്ഞു. കുറച്ചും കൂടി സ്നേഹം ഭയങ്കരമായിട്ട് പുറത്തേക്ക് കാണിക്കുന്ന ഒരു ടീമാണ് തമിഴ് സിനിമ. ലോകം തോന്നിയിട്ടുണ്ടോ? ഒരു ഡയമണ്ട് റിങ്ങോ മറ്റോ സമ്മാനമായിട്ടൊക്കെ കിട്ടിയില്ലോ റെട്രോ സക്സസിൽ? അത് പിന്നെ സ്നേഹം കൊണ്ട് തരണല്ലേ, നമ്മൾ വാങ്ങിക്കണ്ടേ. അങ്ങനെയാണോ?
എങ്ങനെയാണ് ഈ ഗിഫ്റ്റിംഗ് കുറച്ച് കൂടുതലാണ് അവിടെ, എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇവിടെയും സ്നേഹം കിട്ടായിട്ടല്ലല്ലോ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യുന്നത്, ഇവിടെ സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെ ഒരു ചിന്താഗതി എനിക്കില്ല കേട്ടോ. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുറേ കൂടി എന്താ പറയുക, കുറേ കൂടി നമുക്ക് എക്സിബിറ്റ് ചെയ്യും. അതുപോലെ ആടൈ മൂവി അല്ലേ, അതിൽ എനിക്ക് തോന്നുന്നു ന്യൂഡിറ്റി ഒട്ടും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? തീർച്ചയായും അതിന്റെ റോങ് സ്കിൻ കാണിക്കരുത് എന്നുള്ളതാണ് അതിന്റെ ഐഡിയ. ആക്ച്വലി നമ്മളതിന്റെ ഇവൻച്വലി അതിന്റെ ഒരു സെല്ലിംഗ് പോയിന്റ് അതാണെങ്കിലും ആക്ച്വലി ആ റോങ് മെന്റാലിറ്റിയിൽ അതിനെ കാണരുത് എന്നുള്ളത്. കാരണം എനിക്കെപ്പോഴും ഞാൻ ആ പടം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെയാ വെച്ചാൽ, ഒരുപക്ഷെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടായിരിക്കാം, പക്ഷെ തീർച്ചയായും ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് മറന്നു പോകും. ആ പടം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയായിരുന്നു. തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ നമ്മൾ സർവൈവൽ മോഡിലാണ്, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ ഒരു ചിന്താഗതിയാണ് വരുന്നത്. ആ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിൽ. ശരി, ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമകളാണല്ലോ എൻ്റെ അടുത്തേക്ക് എഡിറ്റിങ്ങിന് വരണേന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഭയങ്കര പ്രാവിൻകൂട് ഷാപ്പ്, ഇപ്പൊ ആടേ, ഈ പ്രേതപടങ്ങളൊക്കെ അങ്ങനെ. അതെന്താ അങ്ങനെ? എല്ലാത്തിനും ഒരു സിഗ്നേച്ചർ ഉണ്ട്, ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ സിനിമകൾക്ക്. അറിയില്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കിഷ്ടപ്പെടുന്ന കഥകൾ ചെയ്യാനാണ് ആഗ്രഹം. അതായത് ഇപ്പം നമ്മൾ ഒരു കഥ വായിച്ച് എനിക്ക് വർക്കായി, എനിക്കതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. ചില സിനിമകൾ ഞാൻ ഈ പറഞ്ഞ പോലെ വായിച്ചാൽ എനിക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കിട്ടാറില്ല. അപ്പോൾ ഞാൻ സോറി എനിക്കിത് മനസ്സിലായില്ല എന്നുള്ളത് ഇതിൽ പറയും. അപ്പോൾ അറിയില്ല, ഞാൻ കുറച്ച് വിയേർഡായിട്ട് ചിന്തിക്കുന്നുണ്ടെന്നായിരിക്കാം. അപ്പം അങ്ങനെ ആ ഒരു കഥയുമായിട്ടുള്ള നമ്മുടെ പേഴ്സണലി നമുക്ക് കണക്ട് ആവാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് തന്നെ കമ്മിറ്റ് ചെയ്യുന്ന ഒരു സിനിമ അല്ലേ? അതെ അതെ, ഞാൻ പേഴ്സണലി അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഷൈജു ഖാലിദ് നമുക്ക് അത്രയും അറിയുന്നൊരു അവാർഡ് വാങ്ങിച്ചു, ഒരു ക്ലാപ്പ്. കുറെ കാലമായിട്ട് ഷൈജു ഖാക്ക് ഒരു അവാർഡ് കിട്ടണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. മൂപ്പരെ വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രില്യന്റ് വർക്കാണ്. അതിന്റെ അവിടെ എഡിറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു ഇത് പറഞ്ഞേ, ആ ഒരു റാപ്പ് എങ്ങനെയാ നിങ്ങൾ ഡിസ്കസ് ചെയ്യോ ഈ കാര്യങ്ങൾ? ഷൈജുക്ക് ഞാൻ ആക്ച്വലി വിവേട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ 5 സുന്ദരി എന്നുള്ളൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആന്തോളജി. അതിൽ ഷൈജുക്ക ഡയറക്റ്റ് ചെയ്തൊരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആക്ച്വലി ഷൈജുക്കയുടെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഷൈജുക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി സീനാണ്. അവർ തമാശ വർക്ക് ചെയ്യുമ്പോൾ ഷൈജുക്ക ഉണ്ടായിരുന്നു, സെമീർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ലേണിംഗ് സ്പേസാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട് നമ്മൾ ഒരു സെറ്റിൽ ഇരിക്കുകയായിരിക്കും, നമ്മൾ സ്കിൽ സെറ്റ് ഉണ്ടാവും. പിന്നെ നമ്മളത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിൽ പോകുമ്പോൾ ലെജൻസ് ആണ് ഇവരൊക്കെ പല സിനിമകളും പല രീതിയിൽ കണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ എക്സ്പീരിയൻസുകളിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലേണിംഗ് സ്പേസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ആ ഒരു വിൻഡോ ഓപ്പൺ ആക്കി വെക്കണം, നമ്മൾ ലേണിംഗ് സ്പേസ്. അപ്പോൾ പ്രാവൻകൂടാണെങ്കിലും ഷൈജുക്ക ഫുട്ടേജൊക്കെ കാണുമ്പോഴും അല്ലെ എഡിറ്റ് കാണുമ്പോഴൊക്കെ ഷൈജുക്ക പറയും, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലത് പറയും. രസമാണ്. ആരും എന്താ പറയുക, എല്ലാവരും നേരിട്ട് പരിചയപ്പെടുമ്പോൾ എല്ലാവരും ഭയങ്കര നമ്മളെ സഹായിക്കാൻ ഉള്ളൊരു മനസ്കത അവർക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊക്കെ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആ കണ്ണെഴുതുന്ന സീനൊക്കെ ഭയങ്കര രസമാണ് അല്ലേ? അതെ അതെ അതെ, അത് ശ്രീരാഗിനെ മിടുക്കുകയാണ്. അതൊക്കെ എഴുതിയത് സ്ക്രിപ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാഗ് അതൊക്കെ ഭയങ്കര മിടുക്കനായിട്ട് എഴുതി വെച്ചിട്ടുള്ള സീനുകളായിരുന്നു അതൊക്കെ. പിന്നെ ബേസിലിന്റെ ഒരു ബൈക്ക് സീന്, അയ്യോ അതൊക്കെ അതിന്റെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഉണ്ടോ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്? പിന്നെ അതൊരു ആക്ച്വലി അത് രണ്ടും നടക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിലാണ്. ആക്ച്വലി ബൈക്ക് സീനായാലും സൗബിൻ്റെ ഒരു ചേസ് സീനായാലും ഒരു സ്കൂൾ വാൻ ചേസും പരിപാടിയും. അപ്പോൾ ഇതൊക്കെ ഫണ്ണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഷൈജുക്കയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്കതിൽ കറക്റ്റായിട്ട് ഷൈജുക്കയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഷൈജുക്ക ആവശ്യമുള്ളത് ഷൈജുക്ക ഷൂട്ട് ചെയ്യത്തുള്ളൂ. അതെ, ഷൈജുക്കക്ക് അത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാലേ ഷൈജുക്ക ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും ക്ലാരിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളില്ല. ചെയ്യുന്നതൊക്കെ വളരെ നീറ്റായിട്ട് വരും. നല്ലതല്ലെങ്കിൽ ഷൈജുക്ക് അത് വേണ്ടെന്ന് തന്നെ പറയും. അങ്ങനെയാണ്. നേരത്തെ ആടയുടെ കാര്യം ചോദിച്ചപ്പോൾ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ആടയിൽ എഡിറ്റ് ചെയ്യണ സമയത്ത് എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു? കാരണം നമുക്കത് പ്രോബ്ലമായിട്ട് തോന്നുവരുത്, കറക്റ്റായിട്ട് ആൾക്കാർക്ക് കിട്ടണം, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? പിന്നെ ഒരുപാടുണ്ട്. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോങ് സ്കിൻ അല്ലെങ്കിൽ റോങ് ബോഡി പാർട്സ് ഫ്രെയിമിൽ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത അതിലുണ്ട്. ഇപ്പോൾ അതിലൊരുപാട്
ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള അതെ, ഒരു ഓടുന്നൊക്കെ ഉണ്ടല്ലേ. അതെ അയ്യോ, എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു ആ സീൻ. അയ്യോ ദൈവം, ഇങ്ങനെ ഷൂട്ട് ചെയ്തതൊക്കെ. അതെ അതെ. അപ്പോൾ അതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ക്യാബിന്റെ ഇടയിൽ കൂടി ഓടുകയാണ്, അങ്ങനെ വരുന്നത്. അപ്പോൾ പല സാധനങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആ മാനസികാവസ്ഥനെയാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് കൂടി വേറൊരു ചിന്താഗതി അവിടെ വരാൻ പാടില്ല. അങ്ങനെയാണ് അതിന് എന്താ പറയുക, അതിന് പ്രെപ്പ് ചെയ്തത് അങ്ങനെയാണ്. പിന്നെ വിജയ് നല്ല അടിപൊളി സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ വിജയുടെ അടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് അതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഇത് വേറൊരു രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള, ചില സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എക്സ്റ്റെൻസീവായിട്ട് ഷൂട്ട് ചെയ്ത് പോകും. പിന്നെ നമ്മളതിനെ എഡിറ്റിൽ ഈ പറഞ്ഞ പോലെ കാണിക്കണോ വേണ്ടിയോ എന്നുള്ള രീതിയിൽ നമ്മളതിനെ മിനിമലാക്കിയിട്ട് കൊണ്ടുവരണം. അത് കുറച്ചൊരു ചാലഞ്ചിങ് ആണ് ആ പരിപാടി. എങ്ങനെയാണ് ഷെഫിങ്ങിന്റെ ഒരു വർക്ക് സ്റ്റൈൽ? അതായത് അറ്റ് എ ടൈം 2 മൂവി ചെയ്യാന്നുള്ളൊരു സ്വഭാവം ഉണ്ടോ, അല്ലെങ്കിൽ ഒന്നിലധികം സിനിമകൾ ചെയ്യോ, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കുക, അങ്ങനെയാണ്? 2, 3, 4 ചെയ്യാം, പ്രശ്നമില്ല. ഡിപ്പെൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള കഥകളാണെങ്കിൽ നമുക്കത് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത്, ഞാൻ ആക്ച്വലി പ്രീ പ്രൊഡക്ഷൻ മുതലേ എഡിറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഡയറക്ടറായിട്ട് കൺവേ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഒഴിവാക്കാമല്ലോ. ഇപ്പം തന്നെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ സമയം നമുക്ക് വേറെ നല്ലൊരു സാധനത്തിന് വേണ്ടി ചിലവാക്കാമല്ലോ. അങ്ങനെ ചിന്തിച്ച് പ്രീ പ്രൊഡക്ഷനിൽ തന്നെ ഇൻവോൾവ് ആവും. ഒരുപാട് സിനിമകൾ, അതിൽ കുറേ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്നപ്പോൾ വളരെ വൗ, ഇതെന്താ എന്ന് തോന്നിയിട്ടുള്ള, അടിപൊളിയാണ് വൗ എന്ന് തോന്നിയിട്ടുള്ള ചില സീക്വൻസ്, അത് ബിഫോർ എഡിറ്റിംഗ് ട്ടോ, സാധനം കൈ കിട്ടിയിട്ട് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സീൻസ് ഓർത്തെടുത്ത് പറയാൻ പറ്റും? ഏത് സിനിമയിലത്തെ ആയിക്കോട്ടെ. ഉണ്ട്, ഒരുപാടുണ്ട് ആക്ച്വലി. എനിക്ക് ഇപ്പോൾ ഇതിൽ DS സീരിയലുണ്ട്, ബ്രഹ്മയുഗത്തിലുണ്ട്, എല്ലാ സിനിമയിലും അങ്ങനെ മാജിക് മൊമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ചെയ്തുള്ള എല്ലാ പടങ്ങളിലും നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടാതിരിക്കില്ലല്ലോ. പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വന്നത് ആക്ച്വലി റെട്രോയിൽ സൂര്യ സാറിൻ്റെ ഒരു എൻട്രി ഉണ്ട്. ഞാൻ ഫസ്റ്റ് കാണുന്ന ഷോട്ട് അതാണ്, ആ പടത്തിൻ്റെ ഫുട്ടേജിൽ. അത് ഇൻട്രോ സീനല്ല, സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ ഫാദറിനെ കാണാൻ, ജോജു ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നൊരു എൻട്രി ഉണ്ട്. പുള്ളി പാട്ടൊക്കെ പാടിയിട്ട് വരുന്ന ഒരു സാധനം ഞാൻ ഫസ്റ്റ് കണ്ടത് അതാണ്. അത് ഞാൻ വീണ്ടും ഇരുന്ന്, അതൊരു സിംഗിൾ ഷോട്ടാണ്, പക്ഷെ ആ പുള്ളിയുടെ എൻട്രിയും ഡാൻസും പാട്ടുപാടലും അതൊക്കെ ഞാൻ വീണ്ടും ഒരു 10 തവണെങ്കിൽ അത് അവിടെ ഇരുന്നിരുന്നിട്ട് കണ്ടു, വീണ്ടും റിവൈൻഡ് ചെയ്യും. അപ്പോൾ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ എടാ ഒന്നുകൂടി വെക്കടാന്ന് പറയും, എന്നിട്ട് വീണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കാടെ ഇൻട്രോ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അത് 2 ഇൻട്രോ ആണ്, ആദ്യം വോക്കൽ ഇൻട്രോ ആണ്, പിന്നെ ഫിസിക്കലായിട്ട് വെളി വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ ചില സമയത്ത് നമ്മൾ ആക്ച്വലി അവിടെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ സ്പേസിൽ ആ ക്യാരക്ടേഴ്സിനെ കാണുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അമളി എന്താണെന്ന് വെച്ചാൽ, ഞാനിവരെ എല്ലാവരെയും ഞാൻ കണ്ടിട്ട് എനിക്ക് എല്ലാവരും ഭയങ്കര പരിചയമാവും. പിന്നെ ഞാൻ നേരിട്ട് കാണുമ്പോൾ എൻ്റെ മുഖത്ത് കണ്ട പരിചയം ഉണ്ടാവും, പക്ഷെ ഇവരൊന്നും എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരാരും എന്നെ പരിചയമില്ല, അപ്പോൾ ഞാൻ പോയി പരിചയപ്പെടുന്നതിൽ അർത്ഥമില്ല തോന്നും. അതെ എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം എടപ്പാളാണ് ഷൂട്ട്. അപ്പോൾ പൊന്നാനില് തമാശ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടപ്പാളായിരുന്നു താമസമൊക്കെ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞു, ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പുറത്തെ റൂമിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് വിനയ് ഫോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്ന വിനയ് ഫോർട്ട് തമാശയിലുള്ള പോലത്തെ ഒരു മാഷാണ്. പക്ഷെ വിനയ് ഫോർട്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ചുള്ളനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇയാളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ കൈയൊക്കെ തൂക്കുമ്പോൾ വിനയ് ഫോർട്ട് ഇവനെന്താണ് കൈയൊക്കെ തൂക്കുന്നത്, ഏതൊരു ഫാൻ ബോയ് ആണെന്നുള്ള രീതിയിലാണ് പുള്ളി. അപ്പോൾ അതിനും പിന്നെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പരിചയപ്പെടുത്തി എഡിറ്ററാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വർക്കൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം, കൺഗ്രാജുലേറ്റ് ചെയ്യലൊക്കെ. എഡിറ്റിംഗിൽ തന്നെ നമ്മളിപ്പോൾ എത്രമാത്രം അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കും? അതായത് ഇപ്പോൾ മറ്റ് പുറത്തുള്ള സിനിമകൾ നമുക്ക് റെഫറൻസ് ആവാറുണ്ടോ? എങ്ങനെയാണ് ഇതിനെ കാലത്തിനനുസരിച്ച് എഡിറ്റിംഗിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ അങ്ങനത്തെ റിസർച്ച് ഒക്കെ ഉണ്ടോ? പിന്നെ തീർച്ചയായും നമ്മൾ സിനിമ ടെക്നോളജിയുടെ കൂടെ വളർന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിനിമയും ടെക്നോളജിയും ഒരേ സൈഡിൽ പോകേണ്ട ഒരു അവസ്ഥയിലാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്. നമ്മളങ്ങനെ ഡെവലപ്ഡ് ആയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകും.
ഓക്കെ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ടെക്നോളജി തീർച്ചയായിട്ടും അത് സ്റ്റോറി ടെല്ലിങ്ങിലുള്ള അപ്ഡേഷൻ ആണെങ്കിൽ അങ്ങനെ, ടെക്നോളജി ആണെങ്കിൽ അങ്ങനെ, തീർച്ചയായും നമ്മളതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ ഉദാഹരണത്തിൽ ഇപ്പോൾ കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 70s പടങ്ങൾ അല്ലെങ്കിൽ 80s കുറേ കൂടി നാടകീയത ഉണ്ട്. ഇന്ന് അത്രയും നാടകീയത വേണ്ട നമുക്കൊരു കഥ പറയാൻ. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പണ്ട് ഫോൺ കോൾ ടെക്നോളജി കുറവാണ്, ഇന്ന് മൊബൈൽ ഫോൺ ടെക്നോളജിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ അപ്ഡേഷൻ വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മളത് കൂടെ സഞ്ചരിക്കണം. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു പോയിന്റാണ് എ ഐ വരുമ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടില്ല. ഒരിക്കലുമില്ല, അങ്ങനെയല്ല. എ ഐ നമ്മളതിനൊരു ത്രെറ്റായി കാണുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ. നമ്മൾ എ ഐനെ യൂസ് ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ അത് ഓക്കെയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ലെയ്മൻ എക്സ്ക്യൂസസ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ത്രെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്ഡേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നാട് ഓടുമ്പോൾ നടു ഓടണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ചെന്നൈ സെറ്റിൽഡ് ആണ്. അതെ അല്ലേ? അതെ. പക്ഷേ നാടെന്ന് പറയുമ്പോൾ മലപ്പുറംകാർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളാണ് അല്ലേ? മലപ്പുറം തൃശ്ശൂർ ബോർഡർ മാറഞ്ചേരിക്കാരനാണ് ഷഫീഖ് എന്നുള്ളത് മറ്റേ ടീം മലപ്പുറം ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. വൈദ്യുതി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ചില സീനുകൾ ഇത് കട്ട് ചെയ്ത് മാറ്റാം, അത് വേണ്ട എന്ന് വിചാരിച്ച് പിന്നെ അവസാനം ആഡ് ചെയ്ത് തിയേറ്ററിൽ അത് ക്ലിക്കായിട്ടുള്ള സീൻസ് ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മളെ ഫസ്റ്റ് ജഡ്ജ്മെന്റ് സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല. അത് ചില സമയത്ത് അത് മാറാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ എൻഹാൻസ് ചെയ്യാൻ, ചിലപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ അത് ആവശ്യമില്ലാന്ന് തോന്നിയിട്ട് പിന്നെ അയ്യോ അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു, അപ്പം നമ്മൾ ഒന്നുകൂടി വെച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം അവിടെയാണ് ഈ റിപ്പീറ്റ് വാച്ചിൻ്റെ വാല്യൂ വരുന്നത്. നമുക്കത് കണ്ട് കിട്ടുന്ന ഒരു പോയിന്റാണ് അത്. അത് ചിലപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും സീൻസ് അങ്ങനെ ഓർക്കാൻ പറ്റും? അങ്ങനെ വേണ്ട വിചാരിച്ചു, പിന്നെ ആഡ് ചെയ്തു, പിന്നെ തിയേറ്ററിൽ വന്നപ്പോൾ സാധനം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്നില്ല. പക്ഷെ ബ്രഹ്മയുഗത്തിൽ ആക്ച്വലി അങ്ങനെ ഒരു ആ ഡ്രീം സീക്വൻസ് ഈ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ പൊസിഷൻ മാറ്റി വെച്ചൊരു സ്പേസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇവിടെ വേണോ അവിടെ വേണോ, എവിടെ വന്നാലും അത് എക്സൈറ്റിംഗ് ആവുക എന്നുള്ളൊരു തോട്ട് വന്നായിരുന്നു. അപ്പം അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ചെയ്യാൻ നമുക്കതിനൊരു ഫ്രീഡം ഉണ്ട്. ആദ്യത്തെ സമയത്ത് നമ്മളത് കാണുമ്പോൾ നമ്മളത് ഉപയോഗിക്കില്ല. പിന്നെ നമ്മളത് വെക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഷോട്ടാണെങ്കിൽ പോലും, ഇപ്പോൾ DSLR ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു കാറ്റ് വരുന്ന ഒരു ഷോട്ട്, അത് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് വേണ്ടാന്ന് വെച്ചതാണ്. ഒരു റൂമിൽ കാറ്റ് വരുന്നൊരു ഷോട്ട്. പിന്നെ അങ്ങനെ ആലോചിച്ചപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി നമുക്ക് അതിൻ്റെ സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ആ വിഷ്വൽ ഉണ്ടായിരുന്നെങ്കിൽ ഇനി കുറച്ചും കൂടി പേടി വരും എന്ന് തോന്നിയപ്പോൾ ആ വിഷ്വലിന് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അത് വർക്കായി. ഓക്കെ, അങ്ങനെ എന്നിട്ട് വെച്ച് കാണിക്കുമ്പോൾ ഓക്കെയാണ് അളി, ഇത് സെറ്റ് ചെയ്യാന്ന് പറയും. അത് വർക്കായിട്ടുണ്ട്. അതിപ്പോ പ്രണവിന്റെ വീട്ടിലാണെങ്കിലും ആ പെൺകുട്ടിയുടെ അവിടെയുള്ള അതൊക്കെ ആണെങ്കിലും ഒക്കെ ആ കാറ്റ് നമുക്ക് ഇങ്ങനെ ഫീല് തന്നിട്ടുണ്ട്. സോ പ്രണവ് മോഹൻലാലിന് വേണ്ടി ഫസ്റ്റ് എഡിറ്റിംഗിന് ഇരുന്നതാണോ? അല്ലെ, ഇതല്ലേ ഫസ്റ്റ് മൂവി? ഓക്കെ. ആസ് ആൻ ആക്ടർ പ്രണവ് എങ്ങനെയുണ്ട്? പ്രണവ് ഭയങ്കര, എനിക്ക് ആക്ച്വലി പ്രണവിൻ്റെ ചില റിയാക്ഷൻസ് ഭയങ്കര രസമാണ്. ഭയങ്കര മിസ്റ്ററിയാണ് പ്രണവിൻ്റെ കണ്ണിൽ. ആക്ച്വലി പ്രണവ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സ്പ്ലോർഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല. അപ്പം അത് മറ്റേ മനസ്സിലാക്കി പെർഫോം ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ ഭയങ്കര എക്സ്പ്രസീവാണ്. പ്രണവിൻ്റെ പെർഫോമൻസ് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് പ്രണവ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കളയും. റോഹ എന്നുള്ള ക്യാരക്ടർ അങ്ങനെയാണ്. ശരി, പൊതുവേ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. പ്രണവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പ്രണവ് ഭയങ്കര സട്ടിലായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു മിസ്റ്ററി എപ്പോഴും കൊണ്ടുനടക്കുക എന്നുള്ളത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഈ പടം നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഡിസ്കഷനൊക്കെ തുടങ്ങിയോ? നിങ്ങൾ പരിപാടി തുടങ്ങിയോ? എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ ഇതിന്റെ ബാക്കി എന്നുള്ള രീതിയിലല്ല സംസാരിക്കാറ്. രാഹുലിന്റെ അടുത്തടുത്ത ഐഡിയകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഒരു ഐഡിയ ഉണ്ട് പറഞ്ഞിട്ട് വരും, ഒരു കാര്യം പറയും. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് വേറൊരു ഐഡിയ കിട്ടിയത് ഇങ്ങനെ പറയാം.
രാവിലെ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കൊണ്ടെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അത് ശരി. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ ടൈം. നല്ല രസമായിട്ട് നമുക്ക് ആ എഡിറ്റിങ്ങിൻ്റെ കുറേ ജേർണി, കുറേ മെമ്മറീസ് ഷെയർ ചെയ്തു. ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാക്ഡ് ആയിട്ട് കുറേ സിനിമകൾ, വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ എഡിറ്റ് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.